ശ്രീമന്നാരായണീയം ദശകം 7 ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 2. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാന സ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. താവത് ത്വം ജഗദാം പദേ തപതപേത്യേവം ഹി വൈഹായസീം വാണീം യേനം അശിശ്രവ ശ്രുതിസുഖാം കുറുവം സ്തപ പ്രേരണാം. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 14 ലോകങ്ങളുടെയും രൂപത്തിൽ വിളങ്ങി വിരാട് പുരുഷനായിട്ട് നിന്ന ഭഗവാൻ സ്വയം ഏറ്റവും മുകളിൽ സത്യലോകത്തിൽ ബ്രഹ്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈ ബ്രഹ്മാവിനെ 3 ലോകങ്ങളുടെയും ജീവാത്മാവായ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ സ്വയംഭൂ എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭൻ രജോ ഗുണം വർദ്ധിച്ച്, സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ 3 ഗുണങ്ങളും ഉള്ളതാണ് വിരാട് പുരുഷൻ. സത്വഗുണവും രജോ ഗുണവും മാത്രമുള്ളത് ബ്രഹ്മാവ്, സത്വഗുണം മാത്രമുള്ളത് വിഷ്ണു. രജോ ഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുന്നതിൽ താല്പര്യമുള്ളവനായി തീർന്നു എന്ന് കണ്ടു. സ അയം, ആ ബ്രഹ്മാവ് വിശ്വവിസർഗദത്ത ഹൃദയ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ഉത്സാഹിച്ച് സ്വയം തന്നെത്താൻ സംപശ്യമാന വിശ്വവിഷയം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനെ ബോധം ഖലു അനവാപ്യ, ധ്യാനിക്കുന്നവനെങ്കിലും പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ആ അറിവ് കിട്ടാൻ വേണ്ടി ധ്യാനിച്ചു എങ്കിലും, പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞാലല്ലേ അത് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ, വീണ്ടും സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ധ്യാനിക്കുന്നവനാണ് എങ്കിലും അനവാപ്യ, ബോധം ഖലു അനവാപ്യ, അതിനെ തീരെ കിട്ടാഞ്ഞിട്ട് ചിന്താകുല തസ്തിവാൻ, ചിന്ത പൂണ്ട് ചിന്തിച്ച് ദുഃഖിച്ച് ഇരുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി ബ്രഹ്മാവ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിന് കിട്ടാനായിട്ട് ധ്യാനിച്ചു. പക്ഷേ അതിനെ കിട്ടാതിരുന്നപ്പോൾ ചിന്തിച്ച് ദുഃഖിച്ച് ഇരുന്നു. ജഗദാംപതി, ലോകനാഥ, താവത് അപ്പോൾ ത്വം നിന്തിരുവടി തപപ്രേരണാം കുറുവൻ, തപസ്സിന് പ്രേരണ നൽകിക്കൊണ്ട്, ബ്രഹ്മാവിന് തപസ്സിന് പ്രേരണ നൽകിക്കൊണ്ട് ഭഗവാൻ തപ തപ ഇതിയേവം, തപസ്സു ചെയ്യൂ തപസ്സു ചെയ്യൂ എന്നിങ്ങനെ ശ്രുതിസുഖാം, കാതുകൾക്ക് ഇമ്പമുണ്ടാക്കുന്ന വൈഹായസീം, അശരീരി വാക്ക്, വൈഹായസീം വാണി, അശരീരി വാക്ക്, ഏനം അശിശ്രവ, ആ ബ്രഹ്മാവിനെ അശിശ്രവ കേൾപ്പിച്ചു. ഇവിടെ ബ്രഹ്മാവിന് പലതും സൃഷ്ടിക്കണമെന്ന ആഗ്രഹമുണ്ട്. സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം എന്നൊക്കെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഇനി ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ആരെയും കാണാനുമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് തപസ്സു ചെയ്യൂ തപസ്സു ചെയ്യൂ എന്നൊരു അശരീരി വാക്ക് കേട്ടത്. തപസ്സു ചെയ്യാൻ പ്രേരണ നൽകിക്കൊണ്ട് ഭഗവാൻ കേൾപ്പിച്ചതാണ് ആ അശരീരി. പ്രാകൃത പ്രളയം കഴിഞ്ഞ് ആദ്യം വരുന്ന ബ്രാഹ്മകൽപ്പത്തില് എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടതെന്നറിയാതെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഇവിടെ ബ്രഹ്മാവ്. അങ്ങനെയുള്ള ബ്രഹ്മാവിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ പ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കൽപ്പത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായാൽ മാത്രമേ അതൊക്കെ ഇപ്പോഴും സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. തപസ് കൊണ്ടേ
അതെല്ലാം ഓർക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഈ അശരീരി വാക്കിലൂടെ ബ്രഹ്മാവിനെ ഉപദേശിച്ചത്. ഇവിടെ ബ്രഹ്മാവിൻ്റെ ചെവിയിലേക്ക് തപ തപ എന്നിങ്ങനെ ഒരു അശരീരി വാക്ക് കേൾക്കുകയാണ്. അത് ഭഗവാനാണ് അവിടെ കേൾപ്പിക്കുന്നത്. ഇനി ബ്രഹ്മാവ് തപസ്സനുഷ്ഠിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.